ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പെസഹ വ്യാഴം. ഇന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുക. ഒന്ന്, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. രണ്ടാമതായിട്ട്, ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ ശുശ്രൂഷയുടെ ഒരു മാതൃക നമ്മളെ പഠിപ്പിച്ച ദിവസം. മൂന്നാമതായിട്ട്, പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട ദിവസം. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിനക്ക് നേരുകയാണ്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. ഈശോ ചെയ്ത മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. ഗുരുവായ ഈശോനാഥൻ ഒരു ദാസൻ്റെ രൂപത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വെള്ളമെടുത്ത് തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അഗാധമായ സ്നേഹം, അഗാധമായ എളിമ, ശുശ്രൂഷയുടെ ഒരു തലം കൂടി. പ്രിയ സഹോദര സഹോദരി, ഈ ദിവസത്തിൽ ഒന്നേ പറയാനുള്ളൂ. നിൻ്റെ ഈശോയ്ക്ക് ഇത്രത്തോളമൊക്കെ താണു കൊടുക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ, ഇത്രത്തോളം ശുശ്രൂഷയുടെ ഒരു മാതൃക കാണിക്കാനായിട്ട് സാധിച്ചെങ്കിൽ, ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് നോക്കിക്കൊണ്ട് നീ ഒന്ന് വിലയിരുത്തണം. എത്രത്തോളമൊക്കെ താഴാൻ നിനക്ക് സാധിക്കുന്നു, എത്രത്തോളമൊക്കെ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നു. ശുശ്രൂഷയുടെ തലങ്ങളിലും നിൻ്റെ തല പൊങ്ങുന്നുണ്ടോ, അതോ ഈശോയെപ്പോലെ തന്നെ തലയും താഴുന്നുണ്ടോ? ഈശോയ്ക്ക് ആകാൻ സാധിച്ചെങ്കിൽ, ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചെങ്കിൽ, തൻ്റെ താഴെയുള്ളവരുടെ പാദങ്ങൾ കഴുകുവാനായിട്ട് തയ്യാറായെങ്കിൽ, ഈ സ്നേഹം നിന്നിലും അണ പൊട്ടി ഒഴുകണം. അതൊഴുകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാണ്. ഈശോയെ, നീ കാണിച്ച താഴ്മയുടെ ആ ശുശ്രൂഷയുടെ മാതൃക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളും കൃപകളും ഈ വ്യക്തിയിലേക്ക് ഒഴുകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.